നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ഇന്നേക്ക് 12 വർഷം. ഒഞ്ചിയത്ത് ടി.പിയുടെ വീട്ടിൽ നിന്ന് അനുസ്മരണ പരിപാടികൾ നടക്കും. CPM-നെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി.പി വധം ചർച്ചയായിരുന്നു. 2012 മെയ് 4-നാണ് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാവ് വെച്ച് ഒരു സംഘം അക്രമികൾ ടി.പിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെട്ടേറ്റ് 51 മുറിവുകളാണ് ടി.പി. ചന്ദ്രശേഖരന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് പിന്നീട് അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ കൊലപാതക രാഷ്ട്രീയം ടി.പിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന ആരോപണം വ്യാപകമായി ഉയർന്നു. CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനിതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ നേതൃത്വവുമായി കലഹിച്ച് 2009 പാർട്ടി വിടുകയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. വളരെ ജനസമ്മതനായിരുന്ന ചന്ദ്രശേഖരന്റെ നീക്കം CPIM-ന് വലിയ തലവേദന സൃഷ്ടിച്ചു. ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം CPIM-ന് നഷ്ടമായി. ഇതോടെ ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ CPIM ആണെന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ടി.പി കേസ് വീണ്ടും ചർച്ചയായി. വിചാരണ കോടതി വിട്ടയച്ച 2 പേരെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറി ടി.പി വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കിയത്. കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനലണയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകം വേറെ ഉണ്ടായിട്ടില്ല. വടകരയുടെ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും നിർണായകമായി മാറി ടി.പി വധ ഗൂഢാലോചന കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയിലും പരിഗണനയിലാണ്.